ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നൊരു കുറച്ചിങ്ങനൊരു മഴ മൂടിയ പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഒന്ന് നടന്നിട്ട് നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് സമയം അങ്ങനെ നടക്കുകയാണ്. രാവിലെ നടക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം, ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് നടന്നു എന്ന് മാത്രം കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ചൂടല്ലേ, ആ സമയത്തൊന്നും ഞാൻ നടക്കില്ല കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ വിട്ടു പോകുന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പർപ്പിളിൽ നിന്ന് ഞാൻ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ബബിൾ റാപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഈ ഒരു ആക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഈ സൺസ്ക്രീനൊന്നും ഇടാതെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു നല്ല റിവ്യൂസ് കണ്ടതുകൊണ്ട് പിന്നെ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് വാങ്ങി യൂസ് ചെയ്താലോ, എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആ ട്രെൻഡിങ് പ്രൊഡക്റ്റ് എൻ്റെ വീട്ടിലും എത്തി. രണ്ട് പൊറോട്ടയും കാണിക്കും. പൊറോട്ടയോ? പ്രൊഡക്റ്റ് ഓക്കെ. ഇനി നമുക്കൊരു കുഞ്ഞ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിൽ അത് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ കാര്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് മൊത്തം എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഈ ചോപ്പിംഗ് ആയാലും കുക്കിംഗ് ആയാലും ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ട് സൈഡിൽ നിൽക്കുന്നു. ഈ റെസിപ്പിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ സവോള എടുത്തിട്ടുണ്ട്. അത് നമ്മളിതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ നീളത്തിലാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. നമ്മുടെ ചോപ്പിംഗ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പച്ചമുളക് എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ 2 പച്ചമുളക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മുട്ടയൊന്നൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് മുട്ട പൊട്ടിച്ച് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് മുട്ട ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ നമുക്ക് മുട്ട ഓംലേറ്റ് ആക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കണം മുട്ട. അപ്പോൾ നമ്മളിങ്ങനെ 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, നമ്മൾ ഓംലേറ്റിനാക്കുന്ന പോലെ. നമ്മളിവിടെ 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച്, എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്.
എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് എടുത്തിട്ട് അത് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ മുട്ട. അത് റെഡി ആയതിനു ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൺട്രോൾ കിട്ടില്ല, നമ്മൾ ഒന്നൊന്നായിട്ട് അതെടുത്ത് കഴിച്ച് ഇങ്ങനെ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു, ഇങ്ങനെ എടുത്തു കഴിച്ചു. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഈ ഒരു സവോള, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, അതുപോലെ പച്ചമുളക് എല്ലാം നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അത് ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസും പിന്നെ റെഡ് ചില്ലി സോസ്, പിന്നെ സാധാരണ ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ടയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു എഗ് ബുർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഈ ഒരു ലെമൺ ജ്യൂസാണ് കുടിച്ചത്. ചായ അല്ല കേട്ടോ നമ്മളിന്ന് കുടിച്ചത്. ഈ ഒരു ഐസൊക്കെ ഇട്ടിട്ടുള്ള ലെമൺ ജ്യൂസ് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊരു പോപ്സിക്കിൾ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പോപ്സിക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഔട്ട്പുട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. പിന്നെ അതുപോലെ തന്നെ എക്സിബിഷനും കൂടി ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഡ്രസ്സ് എടുത്ത് വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഒന്ന് കാണാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കയറിയ ദിവസം ശരിയായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഞായറാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് നമുക്കൊന്നും കാണാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു ചെറിയ ഗേറ്റിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ ഫുള്ളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ടിക്കറ്റിന് 35 രൂപയാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് വേഗം തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. തിരിച്ചെത്തിയപ്പോഴേക്കും ഭയങ്കര ടയേർഡായിരുന്നു. ഈ ചൂടത്ത് കുറേ തിരക്കിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സഫോക്കേഷനൊക്കെ നമുക്ക് തോന്നുക. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് സമാധാനമായി. വീട്ടിലെത്തിയിട്ട് നമ്മളിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ടയും അതുപോലെ തന്നെ ഈ ഒരു ചെമ്മീൻ്റെ മസാലയാണ്. അപ്പോൾ അതുകൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.